അമേരിക്കയും ഇസ്രയേലും ഇറാനും നേർക്കുനേർ വലിയ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ അതിന്റെ ക്ഷീണം അനുഭവിക്കുക. അത് ഇന്ത്യയാണ്. ഗൾഫിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, നമ്മുടെ 85% എണ്ണ ഇറക്കുമതി, ജബഹാർ തുറമുഖം, കപ്പൽ പാതകൾ എല്ലാം പെട്ടെന്ന് അപകടത്തിലാകും. അപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇതാണ്: ഇന്ത്യ ഈ യുദ്ധഭൂമിയിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ? അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ അതിനെ എങ്ങനെ അതിജീവിക്കും? നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ അപകടത്തിലാവുന്നത് എന്തുകൊണ്ട് എന്നതാണ്. ഇന്ത്യ ഒരു പക്ഷേ യുദ്ധഭൂമിയിൽ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ആ യുദ്ധഭൂമി വളഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ജീവനാഡികളെയാണ്. 80 ലക്ഷം ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യുന്നതാണ്. ആ എണ്ണയുടെ 60% കടന്നു പോകുന്നത് ഇറാന്റെ കടൽ അതിർത്തിക്ക് തൊട്ടടുത്തുകൂടിയാണ്. നമ്മുടെ നേവൽ സപ്ലൈ ചെയിൻ പശ്ചിമേഷ്യയിലെ സമാധാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഗൾഫ് പണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കരുത്താണ്. ഒരു മിസൈൽ തെറ്റിപ്പോയാൽ, കടൽപാത അടഞ്ഞാൽ, യുദ്ധം ഗൾഫിലേക്ക് പടർന്നാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യ ഉടൻ അനുഭവിക്കും. രണ്ടാമത്, ഹോർമുസ് കടലിടുക്കിലെ ഭീഷണിയാണ്. ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് ചോക്ക് പോയിന്റ് ആണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 20% ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഇത് തടഞ്ഞാൽ ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ പോലും എണ്ണവില $150 മുകളിലേക്ക് കുതിക്കും. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുത്തനെ കൂടും. ഇന്ത്യയുടെ മൂല്യം ഇടിയും. നാണയപ്പെരുപ്പം വർദ്ധിക്കും. അവശ്യ സാധനങ്ങളുടെ വില ആകാശം മുട്ട ഉയരും. അതായത് ആ മേഖലയിലെ എന്ത് ചലനവും ഇന്ത്യയിൽ ഒരു സാമ്പത്തിക കൊടുങ്കാറ്റാവും സൃഷ്ടിക്കുക. മൂന്നാമത്തെ കാര്യം, ഗൾഫിലെ ഇന്ത്യക്കാർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക ഇതാണ്. സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ. മിസൈലുകൾ ഗൾഫ് നഗരങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ വിമാന സർവീസുകൾ നിലയ്ക്കും, തുറമുഖങ്ങൾ അടയ്ക്കും, ഭീതി പടരും. കൂട്ടമായ കുടിയൊഴിപ്പിക്കലുകൾ ആരംഭിക്കും. 1990 കുവൈറ്റ് രക്ഷ ദൗത്യത്തെക്കാൾ വലിയൊരു ദൗത്യം ഇന്ത്യക്ക് ഏറ്റെടുക്കേണ്ടി വരും. നാട്ടിലുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അത് നേരിട്ട് ബാധിക്കും. ഇനി നാലാമത്തെ കാര്യം, ചബഹർ. ഇന്ത്യയുടെ തന്ത്രപ്രധാന ആസ്തി അപകടത്തിലാകും. ഇന്ത്യ ഇറാനിലെ ചബഹർ തുറമുഖത്ത് കോടികൾ നിക്ഷേപിച്ചത് ചില ലക്ഷ്യങ്ങളോടെയാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ, അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശനം നേടാൻ, യൂറോപ്പിലേക്ക് പുതിയൊരു ട്രേഡ് റൂട്ട് നിർമ്മിക്കാൻ. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി മരവിച്ചേക്കാം. ഇറാൻ പൂർണ്ണമായും ചൈനയുടെ പക്ഷത്തേക്ക് നീങ്ങിയേക്കാം. ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാനും ചൈനയും പിടിമുറുക്കിയേക്കാം. ഇന്ത്യയുടെ വർഷങ്ങൾ നീണ്ട തന്ത്രപരമായ പ്ലാനുകൾ തകർന്നേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടികളൊന്ന് ചബഹർ തുറമുഖമായിരിക്കും. അഞ്ചാമത്തേത് ഒരു ചോദ്യമാണ്: ഇന്ത്യ ഒരു പക്ഷം പിടിക്കാൻ നിർബന്ധിതരാകുമോ? നയതന്ത്രപരമായി ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. എല്ലാ വിഭാഗങ്ങളായും ഇന്ത്യക്ക് അടുത്ത ബന്ധമാണുള്ളത്. അമേരിക്ക തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ പങ്കാളി, ഇസ്രയേൽ ഇന്റലിജൻസ് സുരക്ഷാ സഖ്യകക്ഷി, ഇറാൻ ഊർജ ആവശ്യങ്ങൾക്കും ചബഹറിനും ഒഴിച്ചുകൂടാനാവാത്ത രാജ്യം. ഗൾഫ് രാജ്യങ്ങൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ രണ്ടാം വീട്. സൗദിയും UAEയും പ്രധാന എണ്ണദാതാക്കൾ. ഇന്ത്യ ഒരു പക്ഷത്തെ പിന്തുണച്ചാൽ മറുപക്ഷം തിരിച്ചടിച്ചേക്കാം. ഒരു ചെറിയ പിഴവ് പോലും വരുത്താൻ ഇന്ത്യക്ക് കഴിയില്ല. അപ്പോൾ ആറാമത്തെ പോയിന്റ്, ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അതിജീവന തന്ത്രം? പ്രതിസന്ധികളെ ഇന്ത്യ നേരിടുന്നത് ഇങ്ങനെയായിരിക്കാം. 1. നിഷ്പക്ഷ നിലപാട്. അക്രമം അവസാനിപ്പിക്കണം. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ നിലപാട് എല്ലാ പക്ഷങ്ങളെയും ശാന്തമാക്കുന്നു. 2. ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യീകരണം. എണ്ണ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെയും ആശ്രയിക്കുന്നു. ഇന്ത്യ, അമേരിക്ക, സൗദി, UAE, ലാറ്റിൻ അമേരിക്ക, ചൈന നേരത്തെ ചെയ്ത ഈ നീക്കം ഇപ്പോൾ ഇന്ത്യയും പിന്തുടരുന്നു. 3. സൈനിക സേനയുടെ വിന്യാസം. രക്ഷാപ്രവർത്തനങ്ങൾക്കും കപ്പൽ പാതകൾ സംരക്ഷിക്കാനും ഇന്ത്യൻ ടാങ്കറുകൾക്ക് അകമ്പടി സേവിക്കാനുമായി അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുക. 4. നയതന്ത്ര ചർച്ചകൾ. ഇറാൻ, US, സൗദി, UAE എന്നിവരുമായി നേരിട്ടുള്ള സംസാരം. 5. ചബഹർ ബാക്കപ്പ് പ്ലാൻ. ഒരു പക്ഷം ചേരാതെ തന്നെ തുറമുഖത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ? നേരിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവില്ല,
പക്ഷെ പരോക്ഷമായ പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും. സാമ്പത്തിക രംഗം, എണ്ണ, പ്രവാസികൾ, ചബഹർ, വ്യാപാര പാതകൾ എല്ലാം ഇപ്പോൾ തന്നെ സമ്മർദ്ദത്തിലാണ്. അതിനാൽ ഇന്ത്യ കഴിയുന്നത്ര നിഷ്പക്ഷത കാണിക്കാനേ തരമുള്ളൂ. എങ്കിലും ആക്രമണം ഗൾഫ് മേഖലകളിലേക്ക് തിരിയും തോറും കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ പങ്കാളികളല്ലെങ്കിലും ഒരു പക്ഷെ അതിന്റെ ഇരകളായി മാറാവുന്നവരിലെ പ്രധാനികളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ടായേക്കാം.